ഹായ് നമസ്കാരം. ഞങ്ങളുടെ മസ്കറ്റ് പ്രോഗ്രാം യാത്രാവിശേഷങ്ങളുമായി അംബ്ലീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. മസ്കറ്റ് കലോത്സവവുമായി ബന്ധപ്പെട്ട് നക്ഷത്രരാവ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഒരു 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പുറത്ത് പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. ഇത്തവണ ഞാൻ മാത്രമല്ല, എൻ്റെ നൃത്യോദയയിലെ കുട്ടികളും കൂടെയുണ്ട് കേട്ടോ. ഇതുവരെയും പുറത്ത് പ്രോഗ്രാമിന് പോകുമ്പോൾ ഞാനും അച്ഛനുമാണ് പോയിരുന്നത്. ഇത്തവണത്തെ പ്രത്യേകത എൻ്റെ ഫാമിലി മൊത്തം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതൊരു പ്രത്യേക സന്തോഷം കൂടിയാണ് കേട്ടോ. ഇതിൽ ഞാനും അച്ഛനും അപ്പൂസും ഒഴികെ ബാക്കി എല്ലാവരും ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് അജിക്കുട്ടന് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പുക്കുട്ടന് ഒരു 2-2.5 വയസ്സുണ്ടായിരുന്ന സമയം എനിക്ക് ചെന്നൈയിൽ ഒരു പ്രോഗ്രാമിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോൾ അപ്പുക്കുട്ടൻ എൻ്റെ കൂടെ ഫ്ലൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് അപ്പൂട്ടൻ്റെ 2ാമത്തെ ഫ്ലൈറ്റ് യാത്രയാണിത്. അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ വരാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എൻ്റെ നിർബന്ധമാണ് അമ്മയെ കൂടെ കൊണ്ടുപോകണം. അമ്മ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മയെ കൂടെ എൻ്റെ കൂടെ പ്രോഗ്രാമിന് കൊണ്ടുപോകണമെന്നുള്ളത്. അജിക്കുട്ടനാണോ ഇത് കൊണ്ടുപോകുന്നേ? പതുക്കെ പതുക്കെ. അജു പതുക്കെ, ക്യൂ ആയിട്ട് പോണം. അജിക്കുട്ടിന് ജലദോഷവും ചുമയൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണീന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ടല്ലേ ഫ്ലൈറ്റിൽ കയറുന്നത്. അപ്പോൾ ഓരോരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചും പറഞ്ഞും ഇരിക്കുക. ഊരുണ്ട് അവിടെ ഇരുന്നു. അഞ്ജലി അമ്മേ, പിണങ്ങിയിരിക്കുവാണോ? ഗ്ലാസ് തുറക്കാത്തോണ്ട് അജിക്കുട്ടൻ പിണങ്ങിയിരിക്കുക. ഹായ് ഗൈസ്, ഇതാണ് നമ്മൾ പ്ലെയിനിൽ പോവാ. അതിപ്പോ പറക്കുക കണ്ട. അതുകൊണ്ട് ഇത് ചെറിയൊരു വീട് കണ്ടോ, അത്ഭുതം. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ പ്ലെയിനില്ല ഗൈസ്. ഇത് ഒരു ചെറിയ വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. ഗുഡ് ബൈ. കാണിച്ച വീഡിയോ മേഘം താഴെ വരും. എങ്ങനെ ഉണ്ടോ സാറേ? പണ്ട് പോയത് ഓർമ്മയുണ്ടോ? കൂട്ടന് പണ്ട് പോയത് ഓർമ്മയുണ്ടോ? Hello 6E9. And let us know if you would like to buy a snack which comes along with a beverage of your choice. Get the tray tables ready. We will come by soon. Sit back, relax, and let's have a snack. plane. ഓ, ചേട്ടനാണോ മുന്നേ ഇത്? കേൾക്കുന്നില്ല. ഉറക്കെ പറഞ്ഞോ, കുഴപ്പമില്ല. അതൊക്കെ കുറച്ച് വെള്ളം വാങ്ങിച്ചു തരാം. രണ്ടുപേരും താഴെ മേഘങ്ങളെ കാണാൻ നോക്കിയിരുന്നതാണേ. പക്ഷേ രാത്രിയായി പോയില്ലേ ഞങ്ങളുടെ യാത്ര. അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. വെളുപ്പിനെ ഞങ്ങൾ മസ്കറ്റിലെത്തി. ആർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മയുടെയും അച്ഛൻ്റെയും കാര്യത്തിലായിരുന്നു എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്ന. വയ്യാഴികളൊക്കെ ഉണ്ടല്ലോ. രാവിലെയാണ് മസ്കറ്റ് കലോത്സവത്തിൻ്റെ ഇനാഗുറേഷൻ. അത് കാരണം അധികം ഉറങ്ങാനൊന്നും പറ്റിയില്ല. എഴുന്നേറ്റ് ഫ്രഷായി നേരെ വേദിയിലോട്ട് ഇനാഗുറേഷന് വേണ്ടി പോവുകയായിരുന്നു. വളരെ നല്ല വിധികർത്താക്കളായിരുന്നു കേട്ടോ ജഡ്ജ്മെൻറ്റിന് വേണ്ടി വന്നത്. അജിക്കുട്ടോ, എല്ലാവരും എവിടെ പോയി? നമ്മളെ ഇട്ടിട്ട് എല്ലാവരും പോയി. അജിക്കുട്ടനും അമ്മയും അമ്മുമ്മയുവേ ഉള്ളു. അജിക്കുട്ടനും ഉറങ്ങിപ്പോയി.
എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. അജക്കൂട്ടിന് നീന്താൻ അറിയത്തില്ലല്ലോ അതിന്. ചെറിയ സ്വിമ്മിംഗ് പൂള് എനിക്ക് അതെ, ആ പൂളിന് നല്ല ആഴമുണ്ട് കണ്ടോ. ഇങ്ങോട്ട് വരുമ്പോ ആഴം കൂടുക. ആ വട്ടം ചെറുതിനകത്തോ നമുക്ക് ആലോചിക്കാം, നോക്കട്ടെ വെള്ളമൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ അന്വേഷിക്കട്ടെ. അവർ ഫിൽറ്റർ ചെയ്യുന്നതാണോ എന്നൊക്കെ ഒന്ന് ചോദിക്കട്ടെ. വെള്ളത്തിൽ കൂടെ ഒക്കെ അസുഖം വരും ഇപ്പോൾ. സ്വിമ്മിംഗ് പൂളിൽ കയറിക്കോളാൻ വയ്യേ കുഞ്ഞിന്. നിക്ക് ക്യാപ്പ് വെച്ചോ, തല നനയാതെ. തിളപ്പൊന്നുമില്ല, നല്ല തണുപ്പുണ്ട്. സൂക്ഷിച്ച് മോനും കൂടി ഇതിനകത്ത് ഇറങ്ങ മോനെ, അജുവിനും കൂടെ. നിക്ക് ഇവനെ ഒന്ന് ഇറക്കിയിട്ട് വരും. അപ്പോൾ എടുത്തു പതുക്കെ അവൻ ഇട്ട് കൊടുക്കടാക്കളെ. പതുക്കെ അത്രയും മതി. ആ അങ്ങനെ മതി. അപ്പൊ ഇറങ്ങിക്കോ അതിലെ മോനെ, അതിലിറങ്ങിക്കോ. ഇങ്ങോട്ട് ആഴം കൂടുതലാ. നാട്ടില് വെള്ളം കാണാതെ കിടന്ന 6 പിള്ളേരെ കണ്ടോ. ഓ, ജ്ഞാനശ്രീക്ക് ജലദോഷമില്ലയോ? ആ, വെരി ഗുഡ്. എന്തോ വരാം. തണുക്കുന്നോ? നല്ല സുഖമുണ്ടോ അപ്പൂസിന് നീന്താൻ അറിയാലോ, പിന്നെന്താ. നൃത്യോദയ പോകുന്നില്ലെന്ന് പറയുന്നതായിട്ട്, ഇവിടെ നിൽക്കുന്നെന്ന് പറയുന്നതായിട്ട്. പ്രോഗ്രാം എക്സ്റ്റെൻഡ് ചെയ്യണോ? ആ, അപ്പൊ നിങ്ങളുടെ വീട്ടിലെ അമ്മയും അച്ഛനെയും ഒന്നും കാണണ്ടോ ഞങ്ങക്ക്? അത് അച്ഛനെയും അമ്മയും ജനിച്ച് അന്ന് തൊട്ട് കാണുവാന്നല്ലേ. ഒമാൻ ഇപ്പോഴാ കണ്ടതെന്ന്. കൊള്ളാം. ഇതെല്ലാം ഞാൻ കാണിച്ചു കൊടുക്കാം കേട്ടോ പേരൻസിന്. മാറിക്കോ, ഗാഥ വരുന്നുണ്ടേ. സ്വപ്നം കാണുവാന്നോന്നോ? അതെന്തൊക്കെ മോൻ ഇതൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? രതീഷ് സാറിൻ്റെ അടുത്ത്, ഡോൾഫിൻ രതീഷ് സാറിൻ്റെ അടുത്ത് പഠിച്ചതാ. കണ്ടു മോനെ. നാട്ടിലോട്ട് അജിക്കുട്ട ഇപ്പൊ ലാസ്റ്റ് കോൾ വരും. അന്നേരം ചേച്ചിമാര് കേറുമ്പോ അജിക്കുട്ടനും കേറണം. ഓക്കെ. എന്തുവാ ചെയ്ത്? ഇന്ന് രാത്രി വരെ ഞാൻ കിടക്കുവായിരുന്നു. ആണോ? നടക്കുന്നില്ലയോ? ഇല്ല. മതി. ഇത് രാത്രി വരെ ഞാൻ കിടക്കും. ഒന്നും കഴിക്കുന്നില്ലയോ കുഞ്ഞ്? കഴിക്കുന്ന എന്തെങ്കിലും സ്പെഷ്യൽ വേണം. എന്തോ സ്പെഷ്യലാ കുഞ്ഞിന് വേണ്ടേ? ചിക്കൻ ലോലിപോപ്പ്. വാങ്ങിച്ചു തരാം. നമ്മൾ കഴിച്ചായിരുന്നല്ലോ മെനഞ്ഞാന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ ലോലിപോപ്പ്. ആ ബാക്കിൽ ആ തലയിരിക്കരുത് കേട്ടോ അവിടെ വന്ന്. അജു കൊള്ളാവോ? നല്ല രസമുണ്ടോ? പൊയ്ക്കോ. അജിക്കുട്ടാ വന്നോ? ആ എടുക്കൽ.
വരൂ വരൂ അജുക്കുട്ടൻ. ഇറങ്ങല്ലേ അജു. ആണോ? ഇറങ്ങിയോ? വാ 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 ഓടി വാ. വാ വാ വാ, ഇവിടെ ആളുണ്ട്. ഉണ്ട് വന്നോളൂ. വാടാ. വായോ, എനിക്ക് വയ്യ, പേടി. വാ. ഇതായിരുന്നു നിങ്ങളുടെ ജയിലിൽ അടച്ചോടെ. അർജുൻ അപ്പുറത്തുണ്ട് മക്കളെ. എൻ്റെ ഫ്രണ്ട് ഷെറിനും ഫാമിലിയാണ് കൂടെയുള്ളത്. അവരിപ്പം മസ്കറ്റിലാണ്. ഞങ്ങളിങ്ങനെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മസ്കറ്റിലുണ്ടെന്ന് അറിഞ്ഞിട്ട് കാണാൻ വന്നതാണ് കേട്ടോ. ഞങ്ങൾ ഒന്നിച്ച് LKG വിദ്യാരംഭം നഴ്സറി സ്കൂളിൽ പഠിച്ചതാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ 2 പേരുടെയും മൂത്ത മക്കൾ അപ്പുക്കുട്ടനും ഷെറിൻ്റെ മോൻ അമാനും ഒന്നിച്ചായിരുന്നു സ്ട്രാറ്റ്ഫോർഡിൽ പഠിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. അപ്പൂട്ടനും അമാനും ഫ്രണ്ട്സായി. അങ്ങനെ മക്കളിലൂടെയാണ് ഞങ്ങൾ വീണ്ടും പരിചയം പുതുക്കുന്നത്. ഷെറിൻ്റെ ഹസ്ബൻഡ് എല്ലാവർക്കും ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നത് പണിയായത്. കാരണം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള പാർക്ക് ഇതായിരുന്നു. അപ്പോൾ എല്ലാവരെയും കൊണ്ടുവരാൻ വേണ്ടി ഒരു വണ്ടിയേ ഉണ്ടായിരുന്നുള്ളേ. അത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും 3 തവണ ട്രിപ്പ് അടിക്കേണ്ടി വന്നു എല്ലാവരെയും കൊണ്ടുവരാനും പോകാനുമായിട്ട്. സബ് ജൂനിയർ വിഭാഗം കലാതിലകം. Ambli Devi is going to announce the senior sub-junior level category, Kalatilagam and Kalapratika. Junior Kalatilagam, Diya R. Nayak. കലാതിലകമായി മാറിയത്. बने चाहे दुश्मन जमाना हमारा, सलामत रहे दोस्ताना हमारा. श्रीमती अम्बली देवी ക്ഷണിക്കുന്നു. This is talking of now for Ambli Devi, three artists, Kalatilagam, from our great ambassador. Thanks Ambli Devi for being here. Thank you so much. ബാക്ക് സ്റ്റേജിലെ മേക്കപ്പ് തകൃതിയായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മേക്കപ്പ് ചെയ്യുകയാണ് എൻ്റെ കുട്ടികൾ. അമ്പിളി ദേവി എന്ന നാടക വിസ്മയം മലയാള ടെലിവിഷൻ വ്യവസായത്തിൽ ഒരു നടിയെന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരി, നടി, അവതാരിക എന്നതിനുപരി ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസ് എന്നിവയിൽ പ്രാവീണ്യം നേടിയ അമ്പിളി ദേവി 2000-ൽ സഹയാത്രിക്ക് സ്നേഹപൂർവ്വം എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലേക്ക്, തുടർന്ന് 2003-ൽ പൃഥ്വിരാജ് നായകനായ നീലിയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും എന്ന സിനിമയിലെ ഗീത എന്ന കഥാപാത്രത്തിലൂടെ ജനശ്രദ്ധ നേടി. 2005-ൽ മികച്ച ടെലിവിഷൻ നടിക്കുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ. ദൂരദർശൻ സംപ്രേഷണം ചെയ്ത താഴ്വാരപ്പക്ഷികൾ, ഏഷ്യാനെറ്റിലെ സ്ത്രീ ജന്മം, മറ്റു ചാനലുകളിലെ വിക്രമാദിത്യൻ, കായംകുളം കൊച്ചുണ്ണി, സത്യം ശിവസുന്ദരം, അമ്മേ നാരായണ തുടങ്ങിയ നിരവധി സീരിയലുകളിലൂടെ 3 പതിറ്റാണ്ടുകാലത്ത് അഭിനയ ജീവിതത്തിൽ നിരവധി കഥാപാത്രങ്ങൾ. മീര, തുളസി, ഹരിഹരപിള്ള ഹാപ്പിയിലെ ലത, അങ്ങനെ നിറഞ്ഞു മലയാള ചലച്ചിത്രത്തിലെത്തിയ നിരവധി കഥാപാത്രങ്ങൾ. മലയാളം ചലച്ചിത്ര മേഖലയിൽ ഒരു നടി എന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരി അമ്പിളി ദേവി. കേരളം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന അകലെ എന്ന സീരിയലിലെ പത്മാവതിയിലൂടെ ഈ കലാകാരി അഭിനയ രംഗത്തും വേദികളിലും നിറസാന്നിധ്യമായി തുടർന്നു. ഈ അതുല്യ നടിയെ നിറഞ്ഞ കരഘോഷങ്ങളോടെ ഈ നക്ഷത്ര സന്ധ്യയിലേക്ക് നമുക്ക് വരവേൽക്കാം. ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. കോപ്പിറൈറ്റ് വരുന്ന സോങ്സ് ആയതുകൊണ്ടാണ് കേട്ടോ ഓഡിയോ മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ നക്ഷത്രരാവ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞ് വിസയും ടിക്കറ്റും ഒക്കെ കിട്ടി. ഏകദേശം ഞങ്ങൾ വരുന്നതിന് ഒരാഴ്ച മുമ്പ് അറിയുകയാണ് പ്രോഗ്രാം ചിലപ്പോഴേ നടക്കുള്ളൂ എന്ന്. കാരണം
2 ആഴ്ച മുമ്പ് നടന്ന ഏതോ പ്രോഗ്രാം അവിടുത്തെ റൂൾസിന് വിപരീതമായിട്ടാത്രേ നടന്നത്. അത് കാരണം മിനിസ്ട്രി എല്ലാ പ്രോഗ്രാംസും ക്യാൻസൽ ചെയ്തു, അപ്രൂവൽ കൊടുക്കുന്നില്ല എന്ന്. അപ്രൂവൽ കിട്ടാൻ അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നടക്കാം, നടക്കാതിരിക്കാം. ഈ ഒരവസ്ഥയായിരുന്നേ. ഈ വിവരം ഞാൻ ആരോടും പറഞ്ഞില്ല, ബാക്കിയുള്ളവരെ കൂടി വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ട് ആലപ്പുഴയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പ്രോഗ്രാം കൺഫേം ആയി എന്നറിയുന്നത്. അപ്പോഴാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് നമ്മുടെ പ്രോഗ്രാം ഇപ്പോൾ കൺഫേം ആയതേ ഉള്ളൂ എന്ന്. അപ്പുക്കുട്ടനോട് മാത്രം 2 ദിവസം മുമ്പ് ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു, ചിലപ്പോഴേ നടക്കത്തുള്ളൂ മോനെ, പ്രാർത്ഥിക്കണേടാന്ന്. ഇവിടെ ഇപ്പോൾ അജിക്കുട്ടൻ ഭയങ്കര ഡാൻസ് ആയിരുന്നേ. സ്റ്റേജ് ഷോ ആണല്ലോ, അതുകൊണ്ട് ഗാനമേളയും പിന്നെ സ്കിറ്റുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പാട്ട് നടക്കുമ്പോൾ അജിക്കുട്ടൻ ഭയങ്കര ഡാൻസ് ആയിരുന്നെന്ന് ഇടയ്ക്ക് അഞ്ജലേച്ചി അകത്ത് വന്നപ്പോൾ പറഞ്ഞു. അപ്പോൾ അതെന്താണെന്നൊന്ന് കാണാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് പുറത്തൊന്ന് വന്ന് നോക്കിയതാണ്. ലക്ഷ്മി ജയൻ്റെയൊക്കെ നല്ല പ്രോഗ്രാമായിരുന്നു കേട്ടോ. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്റ്റേജിനകത്ത് അജിക്കുട്ടൻ്റെ പെർഫോമൻസ് ആണ് കേട്ടോ. അപ്പൂട്ടൻ ഷൂട്ട് ചെയ്തതാണ്. എന്തൊക്കെയാണെന്ന് അവന് തന്നെ അറിയത്തുള്ളൂ. സ്റ്റേജ് ഷോ അജിക്കുട്ടൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ എഫക്റ്റ് എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അജിക്കുട്ടൻ എന്തൊക്കെയാണോ കാണിക്കുന്നത്, ഈ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. പ്രോഗ്രാമൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അടുത്ത ദിവസം ഞങ്ങളൊന്ന് കറങ്ങാനൊക്കെ പോയി. വണ്ടി കുഞ്ഞു ഉറങ്ങിയൊന്നുമില്ല, കുഞ്ഞു കാഴ്ചകൾ കാണുക ഇല്ലേക്കളെ. വാങ്ങിക്കാൻ പൊന്നെ. അജു ഇവിടുത്തെ ആളായെന്നാ തോന്നുന്നു. അജു അവിടെ നിക്കേ. ഇവിടെ തണലത്തിരിക്കുവാന്നോ കുഞ്ഞ്? ഞങ്ങൾ ആദ്യം ഇവിടുത്തെ ഒരു പള്ളിയിലാണ് പോയത് കേട്ടോ. അപ്പോൾ തലയിൽ തട്ടവിട്ടാൽ മാത്രമേ അകത്തോട്ട് കയറ്റൂ എന്ന് പറഞ്ഞു. അത് കാരണം കുട്ടികൾക്കൊന്നും അകത്തോട്ട് കയറാൻ പറ്റിയില്ല. എൻ്റെ കയ്യിൽ എന്തായാലും ഒരു ഷോൾ ഉണ്ടായിരുന്നതുകൊണ്ട് തട്ടവിട്ട് കയറി. അപ്പൂസേ ഇനി അടുത്ത സ്ഥലം കാണണ്ടേ? ഇതൊരു പള്ളിയായിരുന്നു, മോസ്ക്. കപ്പല് കണ്ടോ അജു? അപ്പൂസ് കണ്ടോ? കപ്പലേ സുൽത്താന്റെ കപ്പല കണ്ടോ മോനെ? ഈ കപ്പലോ? ആഹാ, നമുക്ക് ചോദിച്ചു നോക്കാം. അടുത്തത് ഞങ്ങൾ പാലസിലേക്കാണ് പോയത്. പാലസിൻ്റെ അകത്തോട്ട് പ്രവേശനം ഇല്ലായിരുന്നേ. എല്ലായിടത്തും വെയിൽ ഒരു പ്രശ്നമായിരുന്നു. അജിക്കുട്ടൻ സ്ഥലം നോക്കി വാങ്ങാൻ പോവാൻ തോന്നുന്നു. വെയിൽ കാരണം ഓടുവാണോ? വൈകുന്നേര സമയത്തൊക്കെ വരാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷേ രാത്രിയിലാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ടൈം. അപ്പോൾ പിന്നെ ഈ ഒരു സമയത്ത് മാത്രമേ വരാൻ സാധിക്കുമായിരുന്നുള്ളൂ. കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് കേട്ടോ അഹമ്മദ് ക. അദ്ദേഹത്തിനും കുട്ടികളെ വലിയ കാര്യമാണ്. ഇന്നലത്തെ പ്രോഗ്രാമിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അഹമ്മദ് ക. അതൊക്കെ കാണിച്ചു കൊടുക്കുക കുട്ടികൾക്ക്.
ആ കൊട്ടാരത്തിൽ എനിക്കൊന്ന് കയറണം. വെയിൽ കാരണം എല്ലാവരും ക്ഷീണിച്ചു. ഇനി എവിടെയും പോകണ്ട, ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് ഇറങ്ങി. അയ്യോ പേടിച്ചു പോയേ. അല്ലേ അടുത്തത് അയ്യോ നമുക്ക് തിരിച്ചു പോകാം. പോവാലോ. കൊള്ളായിരുന്നോ? ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ അജിക്കുട്ടന്? സൂപ്പർ. ആണോ? ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? കേരളമാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലയോ? നമ്മുടെ നീ ഇന്ന് കേരളത്തിലോട്ടാ തിരിച്ചു പോന്നേ. എനിക്ക് കേരളത്തിൽ പോകണ്ട. അതെന്താടാ? അത് അങ്ങനെ. ആ നമുക്ക് ഇനിയും വരാം കേട്ടോ. പ്രോഗ്രാമൊക്കെ വരുമ്പോൾ നമുക്ക് ഇനിയും വരാം. ദുബായ് പോകണം എനിക്ക്. ഇനി ദുബായി പോണോ? ആ പോവാം. കുഴഞ്ഞ് ബാ. നമുക്ക് കാഴ്ചകളൊക്കെ കാഴ്ചകൾ കാണണോ? എന്ത് കാഴ്ചയാ? അമ്മയും കൂടെ കൊള്ളാമോ? നല്ല കാഴ്ചയാണോ? എനിക്ക് എന്റെ നാടല്ല ഇഷ്ടം, എനിക്ക് ഈ നാടാ ഇഷ്ടം. നമ്മുടെ നാടിനെ നമ്മൾ കൂടുതൽ സ്നേഹിക്കണം. അത് നമ്മുടെ നാടല്ലേ. എന്നാൽ മാതൃരാജ്യമാണ്, മാതൃരാജ്യം. എനിക്ക് ഈ നാടാ ഇപ്പൊ ഏറ്റവും ഇഷ്ടം. അതിപ്പോൾ ആദ്യമായിട്ട് കാണുന്നോണ്ട് കുഞ്ഞിന് തോന്നുന്നതാ. കുഞ്ഞ് ആദ്യമായിട്ടല്ലയോ കാണുന്നേ? എനിക്കിഷ്ടമായി. കുഞ്ഞ് എവിടെയും പോയിട്ടില്ലല്ലോ വേറെ പുറത്തോട്ടൊന്നും, അതുകൊണ്ട് മോന് തോന്നിയതാ കേട്ടോ. ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ നാടിനെ ഇഷ്ടമല്ല. അങ്ങനെ പറഞ്ഞുകൂടാ. അജിക്കുട്ടിന് അമ്മയെ ഇഷ്ടമാണോ? എനിക്ക് ഈ നാടാ ഇഷ്ടം. അജിക്കുട്ടിന് അമ്മയെ ഇഷ്ടമാണോ? അമ്മ ഇഷ്ടമാണ്. ആണോ? അതുപോലെയാ നമ്മുടെ മാതൃരാജ്യം. എനിക്ക് അമ്മ ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ നാടിനെ ഇഷ്ടമല്ല. അങ്ങനെ പറയരുത് കേട്ടോ. എന്തോ? ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളിനി ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ് ലുലു മോളിലേക്ക്. പ്രത്യേകിച്ചും അജിക്കുട്ടനും അപ്പുക്കുട്ടനും കളിപ്പാട്ടം വേണം, അതാണ് മെയിൻ പർപ്പസ്. വാങ്ങിച്ച ചോക്ലേറ്റ്സൊക്കെ അജിക്കുട്ടനെ തന്നെ എടുത്ത് വെക്കണം. കഴിഞ്ഞോ അജിക്കുട്ടാ? ഓ കുഞ്ഞാ എല്ലാം എടുത്ത് വെക്കുന്നേ. ഈ കല്ല് ചവിട്ടി താഴോട്ട് ഒച്ച ചവിട്ടി എന്തുവാ ഇത്? ആർക്കും മനസ്സിലായില്ല. ഇത് കടലാണോ? അങ്ങോട്ട് കല്ല് ചവിട്ടി ഇറങ്ങണ്ട. ഇത് ഇറങ്ങുന്ന സ്ഥലമല്ല മോനെ. നല്ല കാറ്റുണ്ടല്ലേ ജിക്കുട്ട? ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴി ഈ ബീച്ചിൻ്റെ സൈഡിലൊന്ന് ഇറങ്ങിയതാ. വാ പോവാം. വാവേ, ഉപ്പ് ഭയങ്കര ഇഷ്ടമാ. നല്ല ടേസ്റ്റാണ്. അച്ചോടാ അച്ചിക്കുട്ടനെ ഉറങ്ങിപ്പോയി അല്ലേ അപ്പൂസേ? അപ്പുക്കുട്ടനും അജിക്കുട്ടനും കാണാൻ ആഗ്രഹിച്ച ഒരു കാഴ്ചയാണ് കേട്ടോ, മേഘങ്ങൾ ഇങ്ങനെ താഴെ വന്ന് നിൽക്കുന്നത്. പക്ഷേ ഉറക്കക്ഷീണം കാരണം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വന്നതും ഒക്കെ ഒരു അസമയത്തായിരുന്നല്ലോ. നമ്മളെത്തിയേ ദേവിയമ്മേ, കൊറ്റംകുളങ്ങര ദേവി.
വീണ്ടും തിരിച്ചെത്തി. അമ്മമ്മേ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് പ്ലെയിൻ യാത്ര? നമ്മള് നൃത്യോദയയിലെത്തി. നിങ്ങളെ ആർക്കും വേണ്ട, ഇവിടെ കിടന്നോ നൃത്യോദയയില്. ആഹാ ആജിക്കുട്ടോയ്, നമ്മുടെ വീടെത്തി. എവിടെ വീടെത്തി? എഴുന്നേറ്റാട്ടെ കുഞ്ഞ്. ഗുഡ് മോർണിംഗ്. കുറച്ചുറങ്ങാമോ? ഇനി നമുക്ക് അകത്ത് പോയി കിടന്ന് ഉറങ്ങാം. വാ, എഴുന്നേറ്റ് വാ കണ്ണൻ. കുറച്ചല്ല, കുറച്ചുകൂടെ ഉറങ്ങിക്കോ കുഞ്ഞ്. അകത്ത് വന്നിട്ട് നമുക്ക് വല്ലതും കഴിച്ചിട്ട് ഉറങ്ങാം. വാ.